ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയാത്ത മലയാളികൾ കാണില്ല. ചെന്നൈയിലെ പ്രസാദ് ലാബിൽ വെച്ച് നാടോടിക്കാറ്റ് എന്ന സിനിമയുടെ ഫസ്റ്റ് കോപ്പി കണ്ടിറങ്ങിയ സത്യനന്ദിക്കാടിൻ്റെയും ശ്രീനിവാസിൻ്റെയും മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. ഈ പടം ഓടില്ല സത്യ എന്ന് മൂഡ് ഔട്ടായ ശ്രീനിവാസൻ തീർത്തു പറഞ്ഞു. നാടോടിക്കാറ്റ് റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം സംവിധായകൻ സത്യനന്ദിക്കാടും തിരക്കഥാകൃത്ത് ശ്രീനിവാസനും ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പടം പൊട്ടാൻ പോവുകയാണ് എന്ന് ശ്രീനിവാസൻ ഉറപ്പിച്ചു പറഞ്ഞ ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രശസ്ത സംവിധായകരായ സിദ്ദിഖ് ലാൽ സിനിമാ രംഗത്ത് വരുന്നതിന് മുൻപ് സംവിധായകൻ സത്യനന്ദിക്കാടിനോട് പറഞ്ഞ കഥ, ആ കഥയിലെ ഒരു സന്ദർഭത്തിനോട് സാമ്യമുള്ള ഒരു സംഭവം ആകസ്മികമായി സത്യനന്ദിക്കാട് കാണുന്നു. ഓർമ്മയിൽ നിന്നും തിരിച്ചു വിളിച്ച ആ സംഭവത്തിനോടൊപ്പം ശ്രീനിയും സത്യനും ഒരുമിച്ച് നടന്ന് ഒരുക്കിയെടുത്തതായിരുന്നു നാടോടിക്കാറ്റ് എന്ന സൂപ്പർ ഹിറ്റ്. എറണാകുളത്തെ ഭാരത് ടൂറിസ്റ്റ് ഹോം, അവിടുത്തെ 10ാം നമ്പർ മുറിയിൽ ശ്രീനിവാസനും സത്യനന്ദിക്കാടും 4 ദിവസമായി താമസിക്കുകയാണ്. കഥ കണ്ടുപിടിക്കലാണ് ലക്ഷ്യം. പ്രൊഡ്യൂസറായ സെഞ്ചുറി കൊച്ചുമോൻ, സംവിധായകൻ IV ശശി, നടീനടന്മാരായ സീമ, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ ചേർന്ന് ആരംഭിച്ച കാസിനോ പ്രൊഡക്ഷൻസിനു വേണ്ടിയായിരുന്നു അത്. ഇതുവരെയായി കഥ ഡിസ്കഷൻ ഒഴികെ ബാക്കി എല്ലാം കുശാലായി നടക്കുന്നു. ഒടുവിൽ സത്യനന്ദിക്കാട് സഹി കെട്ടു. ഡിസ്കഷൻ ആണെന്നും പറഞ്ഞ് ഇതിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി എന്ന് അറിയാമോ? ശ്രീനി, എന്താ ഇത്? ശ്രീനിവാസിന് ഒരു കുലുക്കവുമില്ല. താൻ എന്താടോ സത്യ ഇങ്ങനെ? കഥയല്ലേ വേണ്ടു? നമ്മൾ എത്ര ദിവസമായി ഓരോന്നും പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്? ഇതിനിടയ്ക്ക് എന്തുമാത്രം കഥ പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോൾ സത്യനന്ദിക്കാടിന് ദേഷ്യം അടക്കാനായില്ല. വാതിൽ തള്ളിത്തുറന്ന് സത്യൻ വെളിയിലിറങ്ങിപ്പോയി. തൻ്റെ ടെൻഷൻ തനിക്കല്ലേ അറിയൂ. ഇതിനു തൊട്ടു മുമ്പ് 4 പടങ്ങൾ ചെയ്തു. രേവതിക്കൊരു പാവക്കുട്ടി, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ശ്രീധരൻ്റെ 1ാം തിരുമുറിവ്. ഇതിൽ ശ്രീധരൻ്റെ 1ാം തിരുമുറിവ് ഒഴിച്ച് ബാക്കിയൊക്കെ ഹിറ്റാണ്. ശ്രീധരൻ്റെ 1ാം തിരുമുറിവ് ഫ്ലോപ്പ് ആയതിൻ്റെ കുറവ് ഇക്കുറി നികത്തണം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ എത്ര ദിവസമായി? ശ്രീനിവാസനാണെങ്കിൽ കളിയും ചിരിയുമായി ഇരിക്കുന്നു. കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞതിന് ശേഷം സത്യനന്ദിക്കാട് റൂമിലേക്കെത്തി. ശ്രീനിവാസൻ നല്ല ഉറക്കമാണ്. താൻ പിണങ്ങിപ്പോയതിൻ്റെ പരിഭവമായിട്ടാണ് കക്ഷിയുടെ കിടപ്പ്. ലൈറ്റ് ഇട്ടിട്ടില്ല. സത്യൻ ജന്നൽ തുറന്ന് വെളിയിലേക്ക് നോക്കി നിന്നു. നല്ല നിലാവ്, തണുത്ത കാറ്റ്, ദൂരെ അലസമായി നിലാവിൽ അലിഞ്ഞു കിടക്കുന്ന കടൽ. എത്ര നേരം നോക്കി നിന്നെന്നറിയില്ല. ദൂരെ ചെറിയൊരു വള്ളമല്ല, ഒരു യന്ത്ര ബോട്ട്. അതിൽ മുനിഞ്ഞു കത്തുന്ന ഒരു ചെറിയ വെളിച്ചം. തീരത്തോടടുത്തപ്പോൾ ബോട്ടിൻ്റെ വേഗതയും കുറഞ്ഞു. അത് തീരെ നിശ്ചലമായെന്ന് തോന്നുന്നു. സത്യൻ അതിൽ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ആ ബോട്ടിൽ നിന്നും ഒരാൾ കടലിലേക്ക് എടുത്തു ചാടി. ബോട്ട് വീണ്ടും ചലിച്ചു തുടങ്ങി. ഈ സന്ദർഭം താൻ വേറെ എവിടെയോ കണ്ടതുപോലെ സത്യന് തോന്നി. അല്ല, കേട്ടതുപോലെ. അല്ല, കണ്ടതുപോലെ. അതൊന്നുമല്ല. പക്ഷേ ഈ സിറ്റുവേഷൻ ഏതെങ്കിലും സിനിമയിൽ, അല്ല, ഏതോ കഥയിൽ. അതെ, കിട്ടിപ്പോയി. അത് ആ ചെറുപ്പക്കാർ 2 പേരും കൂടി പറഞ്ഞതാണ്. അതുതന്നെ. അതിലൊരു തുമ്പുണ്ടല്ലോ. എവിടെ? ശ്രീനി എവിടെ? സത്യൻ ലൈറ്റ് ഇട്ടു. ശ്രീനി, എണീക്ക്, കിട്ടിപ്പോയിന്ന്. സത്യൻ ശ്രീനിവാസനെ കുലുക്കി വിളിച്ചു. അർദ്ധരാത്രി എന്ത് കിട്ടിയെന്നാ? കിട്ടിയത് എന്തായാലും പൊതിഞ്ഞു വച്ചേക്ക്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകട്ടെ. ശ്രീനിവാസൻ പുതപ്പിനടിയിലേക്ക് വീണ്ടും കയറി. ശ്രീനിവാസ. സത്യന് ദേഷ്യം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ശ്രീനിക്കറിയാം. ശ്രീനി ചാടി എഴുന്നേറ്റു. എന്താ? പറ കേൾക്കട്ടെ. എണീറ്റ് കണ്ണും തിരുമി ശ്രീനിവാസൻ ഇരുന്നു. എടോ, കഥ കിട്ടിയില്ലെങ്കിലും ഒരു പഴുത് കിട്ടി. കയറാനൊരു പടിയാണെന്ന് തോന്നുന്നു. ആ ഹരിശ്രീ മിമിക്സിലെ 2 പയ്യന്മാർ വന്ന് പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? കുറച്ചു കാലം മുൻപാണ്. അതെ, ഓർമ്മയുണ്ട്. സിദ്ദിഖും ലാലുമല്ലേ? കാലില്ലാ കോലങ്ങൾ എന്നല്ലേ ആ കഥയുടെ പേര്? ശ്രീനിക്ക് നല്ല ഓർമ്മ. അതെ, പക്ഷെ ആ കഥ നമുക്ക് വേണ്ട. അതിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ജോലിയില്ലാത്ത 2 ചെറുപ്പക്കാർ. 2 പേരും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഗൾഫിൽ പോകാൻ വേണ്ടി കാശൊക്കെ ഒരു ബോട്ടുകാരന് കൊടുത്തു. രാത്രി മുഴുവൻ ബോട്ടിലിരുത്തി നേരം പരപരാ വെളുത്തപ്പോൾ ഒരു കര കാണിച്ചു കൊടുത്ത് അതുതന്നെ ഗൾഫെന്ന് പറഞ്ഞ് കടലിലേക്ക് ചാടാൻ അയാൾ അവരോട് പറഞ്ഞു. 2 പേരും കടലിലേക്ക് ചാടി നീന്തി കയറിയത് മദ്രാസിൽ. ഈ കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പിന്തുടർന്നാലോ? ശ്രീനിവാസിൻ്റെ ഉറക്കമെല്ലാം പോയി. സത്യ, നമുക്കിവരുടെ പിറകെ നീന്താം. നമ്മളൊരു കര പറ്റും, തീർച്ച. നാടോടിക്കാറ്റ് എന്ന സൂപ്പർ ഹിറ്റ് ജനിച്ചത് ആ രാത്രിയായിരുന്നു.
അടുത്ത ദിവസം സെഞ്ചുറി കൊച്ചുമോനും സത്യനും ശ്രീനിവാസനും കൂടി നാഗർകോവിലിലേക്ക് തിരിച്ചു. അവിടെ ഫാസിലിൻ്റെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. സിദ്ദിഖും ലാലും മിമിക്രിയൊക്കെ നിർത്തി ഫാസിലിൻ്റെ അസിസ്റ്റൻറ്റുകളായി കൂടിയിരിക്കുകയാണ്. നാഗർകോവിലിൽ ചെന്ന് സിദ്ദിഖിനെയും ലാലിനെയും അവർ കണ്ടു. കഥയെപ്പറ്റി ചർച്ച നടത്തി. എല്ലാം ഔപചാരികമായി തന്നെ നീങ്ങട്ടെ എന്ന് കരുതി കൊച്ചുമോൻ സിദ്ദിഖിനും ലാലിനും വളരെ ചെറിയൊരു പ്രതിഫലവും നൽകി. ആ കഥയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതായിരുന്നു സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എഴുതിയ അവസരം വളരെ രസകരമായിരുന്നു. പലപ്പോഴും ശ്രീനിവാസൻ്റെ അഭിപ്രായങ്ങൾ സത്യൻ ഖണ്ഡിക്കും, ചിലപ്പോഴൊക്കെ നേരെ തിരിച്ചും. പരസ്പരം വഴക്കിടും, പിന്നെ പിണക്കം തീർക്കും, പിന്നെ ഇടയ്ക്ക് ദേഷ്യം കയറിയുള്ള ശ്രീനിയുടെ വാക്കൗട്ടുകളും സ്ഥിരമായിരുന്നു. എഴുത്ത് പുരോഗമിക്കുമ്പോൾ തന്നെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചു. എന്നാൽ ക്ലൈമാക്സ് രൂപപ്പെട്ടിട്ടില്ല. സത്യൻ നിർദ്ദേശിക്കുന്ന സന്ദർഭങ്ങൾ ശ്രീനിക്കും ശ്രീനി പറയുന്നത് സത്യനും തൃപ്തിയാകുന്നില്ലായിരുന്നു. ദാസനും വിജയനും അവരുടെ മുന്നിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നടുത്തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായി. ഒടുവിൽ ശ്രീനി പിണങ്ങി. ഞാൻ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്കിതിൽ കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല. തിരക്കഥ എഴുതണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഭിക്ഷാം ദേഹിയായി ഞാൻ വന്നിട്ടില്ലല്ലോ, എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞ് പുതപ്പെടുത്ത് തലവഴി മൂടി ശ്രീനി കിടന്നു. ഏറ്റുമുട്ടലിന് നിൽക്കാതെ സത്യൻ തൻ്റെ ഫ്ലാറ്റിലേക്കും പോയി. എന്നാൽ പിറ്റേന്ന് രാവിലെ താൻ മുറിയിൽ ചെല്ലുമ്പോഴും കടന്നൽ കുത്തിയ മുഖഭാവത്തോടെ കലിപ്പിലിരിക്കുന്ന ശ്രീനിവാസനെയാണ് കണ്ടത്. പതുക്കെ സത്യൻ സിനിമയുടെ നല്ല വശങ്ങളെപ്പറ്റിയും തങ്ങൾ ഉണ്ടാക്കിയ രസകരമായ രംഗങ്ങളുടെ പുതുമയെക്കുറിച്ചും സത്യൻ സംസാരിച്ചു. അങ്ങനെ അറിയാതെ ശ്രീനിയും അതിലേക്ക് ചേർന്നു. അന്നാണ് കോവൈ വെങ്കിടേശൻ എന്ന കഥാപാത്രം ജനിക്കുന്നത്. അവിടം മുതൽ കഥയ്ക്ക് വീണ്ടും ജീവൻ വെച്ചു. എഴുതാൻ പോകുന്ന സീനുകളെക്കുറിച്ച് തമ്മിൽ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ സന്ദർഭം സന്തോഷഭരിതമായപ്പോൾ ശ്രീനി ചോദിച്ചു, ഇന്നലെ പറഞ്ഞ സീനുകൾ ബോറായിരുന്നു അല്ലേ എന്ന്. സത്യൻ അതെ എന്ന് തലകുലുക്കി. ഹൃദയംഗമമായ മാപ്പ് എന്ന് പറഞ്ഞ് ശ്രീനി ചിരിച്ചു. സ്ക്രിപ്റ്റ് എഴുതി തീർന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചതോടെ ചിത്രത്തിൻ്റെ ശനിദശ തുടങ്ങി. ഇത്രയും ദുർഘടം പിടിച്ചൊരു ഷൂട്ടിംഗ് സത്യൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ദിവസവും എന്തെങ്കിലും തടസ്സം. പക്ഷെ അതൊക്കെ തട്ടിമാറ്റി പതുക്കെ പടം പൂർത്തിയാക്കി. നായകനായി അഭിനയിച്ച മോഹൻലാലിന് ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നടുവിന് വേദന തുടങ്ങി. രൂക്ഷമായ വേദന. ലാലിന് ഇരിക്കാനും നിൽക്കാനും വയ്യ. പക്ഷെ അതൊക്കെ സഹിച്ച് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ലാൽ ഈ പടം ചെയ്തു. ഇതിനെപ്പറ്റി സത്യനന്ദിക്കാട് പറയുന്നത് ഇങ്ങനെയാണ്: മോഹൻലാൽ അല്ലാതെ വേറെ ആരായിരുന്നെങ്കിലും തങ്ങളോടൊത്ത് സഹകരിക്കില്ലായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നിയിരുന്നു ഇത്രയും ലാലിനെ കഷ്ടപ്പെടുത്തണോ എന്നൊക്കെ. അപ്പോൾ ലാൽ തന്നെ പറയും, സാരമില്ല, ഏതായാലും വർക്ക് തുടങ്ങിയതല്ലേ, നിർത്തണ്ട എന്ന്. അങ്ങനെ തട്ടിമുട്ടി ഒരുവിധം പടത്തിൻ്റെ 3/4 ഭാഗവും തീർത്തു. അപ്പോൾ വീണ്ടും കുഴപ്പം. കരകാണാ കടലല മേലെ എന്ന പാട്ട് ചിത്രീകരിച്ച ദിവസം രാത്രി ഹോട്ടലിൽ വന്നപ്പോൾ കൊച്ചുമോൻ സത്യനെയും ശ്രീനിയെയും വിളിച്ചു പറയുന്നു, നമുക്ക് ഈ പടം ക്യാൻസൽ ചെയ്യാം. 90% ഷൂട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ക്ലൈമാക്സ് കൂടിയേ ഉള്ളൂ. അപ്പോഴാണ് കൊച്ചുമോൻ ഇത് പറയുന്നത്. നമുക്ക് ലാലിൻ്റെ ഡേറ്റൊക്കെ പിന്നെ വാങ്ങാം, പുതിയ പടം ചെയ്യാം. ഇതിപ്പോൾ നടക്കുന്ന ലക്ഷണമില്ല. കൊച്ചുമോന് ഈ വേവലാതി വരാനും ഇങ്ങനെയൊക്കെ തീരുമാനിക്കാനും തികഞ്ഞ കാരണമുണ്ട്. അന്നു രാവിലെ തിലകൻ ഒരു കാറപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. ഇനി തിലകന് അഭിനയിക്കാൻ കഴിയണമെങ്കിൽ കുറഞ്ഞത് 1 മാസമെങ്കിലും പിടിക്കും. അന്നത്തെ രാത്രി സത്യൻ ഒരിക്കലും മറക്കില്ല. ചിത്രത്തിൽ തിലകൻ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രമായ അനന്തൻ നമ്പ്യാർ ക്ലൈമാക്സ് രംഗത്ത് കാണില്ലെന്ന് പറഞ്ഞാൽ പടം എങ്ങനെ നിർത്തും? ആലോചിച്ച് തല പുകഞ്ഞ് സത്യൻ ആകെ വിയർത്തു. അപ്പോഴും ശ്രീനിവാസന് ഒരു കുലുക്കവുമില്ല. വഴി ഉണ്ടാക്കാമെന്നാണ് ശ്രീനി പറഞ്ഞത്. ഒടുവിൽ ശ്രീനി തന്നെ ആ വഴി ഉണ്ടാക്കി. ആ വഴികളെക്കുറിച്ച്, അതായത് ശ്രീനിയുടെ കുറുക്ക് വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും സത്യനന്ദിക്കാടിന് ചിരിയാണ് വരുന്നത്. ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച പവനായി എന്ന കഥാപാത്രത്തെ വിളിച്ചു വരുത്തുന്നത് അനന്തൻ നമ്പ്യാരാണ്. ഇടയ്ക്ക് അനന്തൻ നമ്പ്യാരുടെ 2 ശിങ്കിടികളെ കൊണ്ട് ഒരു ഡയലോഗ് പറയിപ്പിച്ചപ്പോൾ അനന്തൻ നമ്പ്യാർ രംഗത്ത് വരാതെ സംഗതി ശുഭം. ഇനി അനന്തൻ നമ്പ്യാർ പറഞ്ഞതുപോലെ പവനായിയെ വരുത്തിയേ പറ്റൂ എന്നാണ് ആ സംഭാഷണം. തിലകനില്ലാതെ ക്യാപ്റ്റൻ രാജുവിനെ വരുത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഈ വാചകം കൂട്ടിച്ചേർത്തത്. പിന്നെ അതിനേക്കാൾ കുഴപ്പം പിടിച്ചത് ക്ലൈമാക്സ് രംഗങ്ങളിൽ തിലകൻ്റെ അഭാവമായിരുന്നു. ഒടുവിൽ അതും പരിഹരിച്ചു. ഇനി നാടോടിക്കാറ്റ് കാണുമ്പോൾ ക്ലൈമാക്സ് രംഗത്ത് തിലകനുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. തിലകൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് സത്യനന്ദിക്കാട് ചെയ്തത്. കോസ്റ്റ്യൂം ഡിസൈനർ കുമാറാണ് അനന്തൻ നമ്പ്യാരുടെ വേഷങ്ങളും അണിഞ്ഞ്
ക്ലൈമാക്സ് രംഗത്തെത്തിയത്. ഇടയ്ക്ക് തിലകൻ്റെ ശബ്ദവും കൊടുത്തു. CID, എസ്കേപ്പ് തുടങ്ങിയ വാക്കുകളൊക്കെ ഇതിനിടയിൽ ഡബ്ബ് ചെയ്തു. ഒടുവിൽ അറ്റക്കൈ പ്രയോഗം എന്ന രീതിയിൽ അനന്തൻ നമ്പ്യാരെ ഒരു വലിയ വീപ്പയിൽ അടച്ച് ഉരുട്ടിവിട്ടു. ആളില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും പടം തീർക്കാനുള്ള വെപ്രാളം കൊണ്ടാണ് ഈ വീപ്പ സീനൊക്കെ ഒപ്പിച്ചത്. പക്ഷേ പടം തിയേറ്ററിൽ വന്നപ്പോൾ വീപ്പയ്ക്കകത്ത് ഉരുണ്ടുപോകുന്ന അനന്തൻ നമ്പ്യാരെ കണ്ട് ജനം ആർത്തു ചിരിച്ചു. തിലകനില്ല എന്നറിഞ്ഞതോടെ ചിരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും സൂക്ഷിച്ച് ആളറിയാതെ നിർത്താനുള്ള ബുദ്ധി ഉപയോഗിക്കുകയായിരുന്നു സത്യനും ശ്രീനിയും. ഇതിനിടയിൽ വേറൊരു കുഴപ്പമുണ്ടായി. അത് ഇതിനേക്കാൾ രസകരമാണ്. പടം പകുതി ഷൂട്ടിംഗ് കഴിഞ്ഞ സമയം അനന്തൻ നമ്പ്യാർ ഉപയോഗിക്കുന്ന കാറിൻ്റെ ഉടമസ്ഥൻ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വില പറഞ്ഞു വച്ചിരുന്നതാണ് ഈ കാർ. അതിപ്പോൾ അയാൾക്ക് ഉടൻ വിൽക്കണം. ചിത്രത്തിൽ ഈ കാർ അത്യാവശ്യവുമാണ്. കണ്ടിന്യൂറ്റി പ്രശ്നമാണ്. ഒടുവിൽ അതിനും പരിഹാരം കണ്ടെത്തി. അനന്തൻ നമ്പ്യാരെ കൊണ്ട് ഒരു ഡയലോഗ് പറയിപ്പിച്ചു. ഈ കാർ CIDകൾ നോട്ടമിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലുള്ള യാത്ര ഇനി വേണ്ട. ഇനി മറ്റൊരു കാർ മതി നമുക്ക്. പ്രശ്നം അവിടെ തീർന്നു. ആ കാർ ഉടമസ്ഥൻ കൊണ്ടുപോയി. അതിനുശേഷം വേറൊരു കാർ ഉപയോഗിച്ചു. ഇങ്ങനെ പ്രശ്നസങ്കീർണമായ 25 ദിവസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു. മദ്രാസും കോഴിക്കോടുമായിരുന്നു പ്രധാന ലൊക്കേഷൻ. ദാസനും വിജയനും ഗൾഫിലേക്ക് പോകുന്ന സീൻ കോഴിക്കോട് കടപ്പുറത്തും മദ്രാസിലേക്ക് നീന്തിക്കയറുന്ന സീൻ ചെന്നൈ മറീന ബീച്ചിലുമാണ് ഷൂട്ട് ചെയ്തത്. അനന്തൻ നമ്പ്യാരുടെ ഓഫീസ് ചെന്നൈയിലെ വിജയവാഹിനി സ്റ്റുഡിയോയിലായിരുന്നു എടുത്തത്. അനന്തൻ നമ്പ്യാരുടെ കഥാപാത്രത്തെ പൊതുവെ അന്നത്തെ മലയാളം, തമിഴ് സിനിമകളിൽ കണ്ടുവരുന്ന വില്ലന്മാരുടെ ഒരു ആക്ഷേപഹാസ്യമായാണ് ശ്രീനിയും സത്യനും രൂപപ്പെടുത്തിയത്. ഭൂരിഭാഗം ഷൂട്ടിംഗ് നടന്നതും ചെന്നൈയിലായിരുന്നു. കുറച്ച് സീനുകൾ കോഴിക്കോട്ട് ഷൂട്ട് ചെയ്തു. സിനിമയുടെ തുടക്കത്തിലെ ഭാഗങ്ങളും ക്ലൈമാക്സും കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. മാമുക്കോയെ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ഗഫൂർ ദാസനെയും വിജയനെയും കൊണ്ടുപോകുന്ന ഒരു അന്ന് ബേപ്പൂര് മാത്രമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. ചെന്നൈ പോർഷനാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. പൂജയുടെ ആദ്യത്തെ ഷോട്ടായി എടുത്തത് വൈശാഖ സന്ധ്യ എന്ന പാട്ടിൽ മോഹൻലാലും ശോഭനയും കോലം വരയ്ക്കുന്ന സീനാണ്. ഇത് ഷൂട്ട് ചെയ്തത് ചെന്നൈയിലുള്ള സെഞ്ച്വറിയുടെ ഓഫീസിന് മുന്നിലായിരുന്നു. AVM കോളനിയിൽ താമസിച്ചിരുന്ന ആർട്ട് അസിസ്റ്റന്റ് ഹരിയുടെ വീട് ശോഭനയുടെ വീടായി മാറ്റി. അതിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീട് ദാസൻ്റെയും വിജയൻ്റെയും വീടാക്കി. ഇതിൽ അറബി വേഷത്തിൽ മദ്രാസിൽ വന്നിറങ്ങുന്ന ദാസനെയും വിജയനെയും കുറച്ച് റിക്ഷാക്കാർ വട്ടം ചുറ്റുന്ന രംഗമുണ്ട്. ശരിക്കും അസിസ്റ്റന്റുമാർ ഒരു റിക്ഷാക്കാരനെയാണ് ഇതിനായി പ്ലാൻ ചെയ്തു വച്ചിരുന്നത്. എന്നാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അറബികളാണെന്ന് വിചാരിച്ച് ധാരാളം റിക്ഷാക്കാർ മോഹൻലാലിനെയും ശ്രീനിവാസനെയും വന്നു പൊതിഞ്ഞു. അപ്പോഴും ഇരുവരും സന്ദർഭത്തെ വളരെ സമചിത്തതയോടെ ഭയപ്പെടാതെ വിചാരിച്ച ഷോട്ട് ചെയ്തു. ക്യാമറമാൻ വിപിൻ മോഹൻ അത് തന്മയത്വത്തോടെ ക്യാമറയിൽ പകർത്തി. സിനിമാ മോഹവുമായി വിജയൻ IV ശശിയുടെ വീട്ടിൽ വരുന്ന രംഗം ഷൂട്ട് ചെയ്തത് IV ശശിയുടെ ചെന്നൈയിലുള്ള സ്വന്തം വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസർമാരിൽ ഒരാളായിരുന്ന സംവിധായകൻ IV ശശി എത്ര തിരക്കിലാണെങ്കിലും ശ്രീനിവാസനുമായും സത്യനന്ദിക്കാടുമായും കഥ ചർച്ച ചെയ്യാൻ സമയം കണ്ടെത്തുമായിരുന്നു. കോമഡി രംഗങ്ങൾ കണ്ട് ചിരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശേഷം വന്നതുപോലെ തന്നെ അദ്ദേഹം വേഗത്തിൽ മടങ്ങും. അങ്ങനെ ഒരു അവസരത്തിലാണ് നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ സത്യൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു. പക്ഷേ സത്യനും ശ്രീനിയും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അത് ചെയ്തു. വിജയൻ ചാൻസ് ചോദിച്ച് IV ശശിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ സെറ്റിൽ വരുന്ന സീനിലാണ് IV ശശി അഭിനയിച്ചത്. ഈ സീനിൽ ആദ്യം എഴുതി വച്ചിരുന്നത് MG സോമൻ്റെ കയ്യിലുള്ള തോക്കുകൊണ്ട് വിജയൻ മതിൽ ചാടി പോകുന്നതും പിന്നെ അടുത്ത സീനിലേക്ക് കട്ട് ചെയ്യുന്നതുമാണ്. എന്നാൽ ഈ സീൻ വായിച്ചു കേട്ട സംവിധായകൻ പ്രിയദർശൻ ആ സീൻ അവിടെ നിർത്തരുത് എന്നും കൂടുതൽ കോമഡി അവിടെ വരാനായി തോക്കും കൊണ്ട് വിജയൻ മതിൽ ചാടി വന്നു വീഴുന്നത് അനന്തൻ നമ്പ്യാരുടെ ശിങ്കിടികൾക്ക് മുന്നിലാണെന്ന് വെക്കണമെന്നും അഭിപ്രായപ്പെട്ടു. അത് സത്യന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രിയദർശൻ പറഞ്ഞതുപോലെ ആ സീൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ശ്രീനിവാസൻ സോമൻ്റെ കയ്യിൽ നിന്ന് തോക്ക് മേടിക്കുന്ന സീൻ അടയാറിലും മതിൽ ചാടി വീഴുന്ന സീൻ കോഴിക്കോട് മഹാറാണി ഹോട്ടലിലെ ലോണിലുമാണ് സത്യൻ വിദഗ്ധമായി ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. ഷൂട്ടിങ്ങും മറ്റു വർക്കുകളും കഴിഞ്ഞതിനു ശേഷം ചിത്രത്തിൻ്റെ ഫസ്റ്റ് കോപ്പി മദ്രാസിലെ പ്രസാദ് ലാബിൽ വെച്ച് സത്യനും ശ്രീനിയും കണ്ടു. എന്നാൽ ചിത്രത്തിൻ്റെ ഒരു സീനിൽ പോലും അവർക്ക് ചിരി വന്നില്ല. പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശ്രീനി മൂഡ് ഔട്ടായി.
പടം ഓടില്ല എന്ന് തന്നെ ശ്രീനി തീർത്തു പറഞ്ഞു. ചിലപ്പോൾ സിനിമയിലെ തമാശകൾ തങ്ങൾ കുറേയധികം പ്രാവശ്യം ഷൂട്ടിംഗ് വേളയിൽ കേട്ട് ചിരിച്ചത് കൊണ്ടാകാം ഇത്. ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും സത്യൻ ഇത് പറഞ്ഞു. ശ്രീനിയെ സമാധാനിപ്പിച്ചു. റിലീസിംഗ് ദിവസം സാധാരണഗതിയിൽ സത്യൻ അന്തിക്കാട് വീട്ടിലുണ്ടാവുകയാണ് പതിവ്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ റിലീസിംഗ് ദിവസം മദ്രാസിൽ തന്നെ തങ്ങി. മദ്രാസിലും ഈ ചിത്രം റിലീസ് ചെയ്തു. അന്ന് രാവിലെ മുതൽ സത്യൻ മദ്രാസിലുള്ള സെഞ്ചുറിയുടെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഫോൺ ബെല്ലടിക്കുമ്പോഴൊക്കെ വല്ലാത്ത ഭയം. നാടോടിക്കാറ്റ് കണ്ട് ആരെങ്കിലും ചീത്ത പറയാൻ വിളിക്കുന്നതാണോ എന്നൊക്കെ ആയിരുന്നു തോന്നൽ. ഒടുവിൽ സത്യൻ അവിടെ നിന്നിറങ്ങി നടന്നു. ഒരു 2:30 മണിയായി കാണും. പുറത്ത് നല്ല വെയിലുണ്ട്. പക്ഷെ ടെൻഷനിൽ അതൊന്നും സത്യൻ അറിഞ്ഞില്ല. സെഞ്ചുറിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നടന്ന് എവിടെ കൂടെയൊക്കെയോ പോണ്ടി ബസാറിലെത്തി. അവിടെ നിന്ന് തിരിച്ചു വീണ്ടും നടന്നു. തിരിച്ചു വന്നപ്പോൾ കൊച്ചുമോൻ ഓഫീസിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു. പടം ഓടുമെന്ന റിപ്പോർട്ട്. ജനങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടുവെന്ന് കൊച്ചുമോൻ ഓടി വന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ സമാധാനപ്പെടുത്താനുള്ള കള്ളമായേ സത്യന് തോന്നിയുള്ളൂ. ഏതായാലും അടുത്ത ദിവസം സത്യൻ രാവിലെയുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തി. എറണാകുളം ഷേണായിസിൽ ചെന്നു. നാടോടിക്കാറ്റ് കാണാൻ പതുങ്ങിയാണ് സത്യൻ അന്തിക്കാട് ആ തിയേറ്ററിൽ ചെന്നത്. ആളുകളെ അഭിമുഖീകരിക്കാൻ പേടിയായിരുന്നു. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ ചെയ്ത ചിത്രമായതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ ഉണ്ടാകുമോ എന്ന് സംശയമായിരുന്നു സത്യന്. അദ്ദേഹത്തിന് പടം വിജയിക്കുമെന്ന് തീരെ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ പടം തുടങ്ങി. തിയേറ്ററിൽ നിറയെ ജനം. അതിപ്പോൾ ഏതു പടത്തിനും 2-ാം ദിവസം നിറയെ ആളുകൾ കാണുമല്ലോ എന്ന് സത്യൻ വിചാരിച്ചു. അദ്ദേഹം ഇരുട്ടത്തിരുന്ന് ചുറ്റിലുമുള്ളവരെ ശ്രദ്ധിച്ചിരുന്നു. പവർ കട്ട് കാരണം AC ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ ജനങ്ങൾ അതൊന്നും അറിയുന്നില്ലായിരുന്നു. അവർ ഷർട്ടൊക്കെ അഴിച്ചു വെച്ച് പൂരപ്പറമ്പിൽ ഉത്സവം കാണുന്നത് പോലെ ഇരിക്കുന്നു. സത്യനാണെങ്കിൽ ചൂട് സഹിക്കാൻ വയ്യ. പക്ഷേ ജനങ്ങളുടെ ചിരിയും കയ്യടിയും കാരണം അദ്ദേഹം അതൊന്നും അറിഞ്ഞതേയില്ല. അദ്ദേഹം പതുക്കെ സീറ്റിലോട്ട് ചാരിയിരുന്നു. ഇത്രയും ആശ്വാസം സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന് അന്നുവരെ ഉണ്ടായിട്ടില്ല. ആർത്തിരമ്പുന്ന ശബ്ദം ഒരു നാടോടിക്കാറ്റ് പോലെ സത്യനെ തഴുകി ഒഴുകുകയായിരുന്നു. അപ്പോൾ കേവലം 17 ലക്ഷം രൂപ ബഡ്ജറ്റിൽ തീർത്ത നാടോടിക്കാറ്റ് മലയാളം കണ്ട എക്കാലത്തെയും വലിയ വാണിജ്യ വിജയമായി മാറി. ദാസനായും വിജയനായും മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും മികച്ച പ്രകടനം ആ കഥാപാത്രങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. തിലകൻ അവതരിപ്പിച്ച അനന്തൻ നമ്പ്യാർ എന്ന തമാശക്കാരനായ വില്ലനാകട്ടെ, അല്ലെങ്കിൽ ചുരുക്കം ചില രംഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഇന്നസെൻറ്റിൻ്റെ ബാലേട്ടൻ എന്ന കഥാപാത്രമാകട്ടെ, എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ടായിരുന്നു. അത് ഓരോരുത്തരും അവിസ്മരണീയമാക്കി മാറ്റി. നടൻ മാമുക്കോയുടെ സിനിമാ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ ചിത്രം. മാമുക്കോയെ അവതരിപ്പിച്ച ഗഫൂർക്ക, ക്യാപ്റ്റൻ രാജുവിൻ്റെ പവനായി എന്നീ കഥാപാത്രങ്ങൾക്ക് കേരളത്തിൽ ഇന്നും വൻ ആരാധക വൃന്ദമുണ്ട്. എടാ വിജയ, എന്താടാ ദാസ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. അങ്ങനെ പവനായി ശവമായി. എടാ ദാസ, ഏതായി അലവലാതി? ഹലോ മിസ്റ്റർ പെരേര, എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, ഒലക്കയുടെ മൂട് തുടങ്ങിയ സംഭാഷണങ്ങൾ ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്നവയും അവരുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ കടന്നു വരുന്നവയുമാണ്. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്ന ഈ ചിത്രത്തിന് തുടർച്ചയായി 1988 പട്ടണപ്രവേശം എന്ന 2-ാം ഭാഗവും 1990 അക്കരെ 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 എന്ന 3-ാം ഭാഗവും പുറത്തിറങ്ങുകയുണ്ടായി. ഈ 2 സിനിമകളുടെയും തിരക്കഥാകൃത്ത് ശ്രീനിവാസനായിരുന്നു. എന്നാൽ പട്ടണപ്രവേശം സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടും അക്കരെ 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 സംവിധാനം ചെയ്തത് പ്രിയദർശനുമായിരുന്നു. 1988 കഥാനായകൻ എന്ന പേരിൽ നാടോടിക്കാറ്റ് തമിഴിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. അക്കാലത്തെ കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും. അതിനാൽ തന്നെ നാടോടിക്കാറ്റ് മുഖ്യധാര മലയാള സിനിമകളിലെ ഒരു ക്ലാസിക്കായി ഇന്നും കണക്കാക്കപ്പെടുന്നു. പ്രധാനമായും തൊഴിൽ രഹിതരായ മലയാളി യുവാക്കളുടെ ദയനീയാവസ്ഥയും അവർ ജോലി കണ്ടെത്താനായി നടത്തുന്ന ശ്രമങ്ങളും ഔപചാരിക വിദ്യാഭ്യാസ യോഗ്യതകൾക്കായുള്ള പരക്കം പാച്ചിൽ തുടങ്ങിയവയെല്ലാം തികച്ചും രസകരമായ കോമഡി സംഭാഷണങ്ങളിലൂടെയാണ് ചിത്രം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കൂടാതെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള പ്രവാസ ജീവിതം അന്നത്തെ മലയാളികളുടെ ഒരു പൊതുവായ അനുഭവവുമായിരുന്നു. ഈ അവസ്ഥ ഇപ്പോഴും തുടരുന്നു.
അതുകൊണ്ട് തന്നെ ഇന്നും ഈ 2026-ലും പ്രേക്ഷകർക്ക് ദാസനുമായും വിജയനുമായും എളുപ്പത്തിൽ ഇഴുകിച്ചേരാൻ കഴിയുന്നു. ഹിറ്റുകളുടെ ചരിത്രം പറയുന്ന മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.